മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ശഅബാൻ പകുതിയുടെ രാത്രിയിൽ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് പറഞ്ഞു, യാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങ് തല ഉയർത്തിയാലും. ഞാൻ ചോദിച്ചു, ഇത് ഏത് രാത്രിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഈ രാത്രി അള്ളാഹു കാരുണ്യത്തിൻ്റെ 300 കവാടങ്ങൾ തുറന്നിടുക എന്നതാണ്. സിർക്ക് ചെയ്യാത്ത, സെഹർ ചെയ്യാത്ത, പ്രശ്നം വയ്ക്കാത്ത, മദ്യപാനം ശീലമാക്കാത്ത, പലിശയ്ക്കും വ്യഭിചാരത്തിനും അടിമപ്പെടാത്ത എല്ലാവർക്കും അള്ളാഹു പുറത്തു കൊടുക്കുന്നതാണ്. ഈ പറയപ്പെട്ട തെറ്റുകൾക്ക് തൗബ ചെയ്യാതെ അള്ളാഹു പുറത്തു കൊടുക്കുകയില്ല. രാത്രിയുടെ 1/4 ഭാഗമായപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം വീണ്ടും വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങ് തല ഉയർത്തിയാലും. അവിടെ നിന്ന് തല ഉയർത്തിയപ്പോൾ സ്വർഗവാതിലുകൾ മലർക്കെ തുറക്കപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ 1-ാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുന്നു, തൂബാ ലിമൻ റകഅ ഫീ ഹാദിഹിൽ ലൈല, ഈ രാത്രിയിൽ റുക്കൂ ചെയ്തവന് സന്തോഷം. 2-ാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുന്നു, ഈ രാത്രിയിൽ സുജൂദ് ചെയ്തവന് സന്തോഷം. 3-ാം കവാടത്തിലെ മലക്ക് പറയുന്നു, ഈ രാത്രിയിൽ പ്രാർത്ഥിച്ചവന് സന്തോഷം. 4-ാം കവാടത്തിലെ മലക്ക് വിളിച്ചു പറയുന്നു, ഈ രാത്രി ദിക്ർ ചൊല്ലുന്നവനാണ് സന്തോഷം. 5-ാം കവാടത്തിലെ മലക്ക് പറയുന്നു, ഈ രാത്രിയിൽ അള്ളാഹുവിനെ ഭയന്ന് കരഞ്ഞവന് സന്തോഷം. 6-ാം കവാടത്തിലെ മലക്ക് പറയുന്നു, ഈ രാത്രി മുസ്ലിങ്ങൾക്ക് സന്തോഷം. 7-ാം കവാടത്തിലെ മാലാഖ പറയുന്നു, ആരെങ്കിലും വല്ലതും ചോദിക്കുന്നുണ്ടോ, അവൻ ചോദിക്കുന്നത് നൽകപ്പെടുന്നതാണ്. 8-ാം കവാടത്തിലെ മലക്ക് പൊറുക്കലിനെ തേടുന്നവരുണ്ടോ, അവന് പുറത്തു കൊടുക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ജിബ്രീൽ അലൈഹിസ്സലാം എന്നോട് ചോദിച്ചു, ഈ കവാടങ്ങൾ ഏതുവരെ തുറക്കപ്പെട്ടിരിക്കും? ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, രാത്രിയുടെ ആദ്യം മുതൽ പ്രഭാതം പുലരുന്നത് വരെ. ഈ രാത്രിയിൽ കൽബ് ഗോത്രക്കാരുടെ ആടിൻ്റെ രോമത്തിൻ്റെ എണ്ണമനുസരിച്ച് അള്ളാഹുവിന് നരകമോചിതരുണ്ട്. അത്രയും ആളുകളെ നരകത്തിൽ നിന്ന് മോചിക്കുമെന്ന് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറയുന്നു.